സഹോദരീ സഹോദരന്മാരെ, ദൈവനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 2025 സെപ്റ്റംബർ മാസം 27-ാം തീയതി CSI സഭയുടെ 79-ാം സ്ഥാപന ദിനമാണ്. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് CSI സഭ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് നിലവിലുണ്ടായിരുന്ന വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽപ്പെട്ട സഭകൾ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ സഭ രൂപീകരിക്കുകയായിരുന്നു. എന്നാൽ ഇത് പൊടുന്നനെ സംഭവിച്ച ഒരു കാര്യമല്ലായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ ഇതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ആരംഭിച്ചിരുന്നു. എപ്പിസ്കോപ്പൽ സഭകളും നോൺ എപ്പിസ്കോപ്പൽ സഭകളും തമ്മിൽ ഒരുമിച്ച് ചേരുക എന്ന ആശയം അന്നു മുതൽ സഭാ നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അനേകം പേരുടെ പ്രയത്നഫലമായി അവരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായിട്ടാണ് 1947 സെപ്റ്റംബർ മാസത്തിൽ CSI സഭ എന്ന ഐക്യസഭ രൂപം കൊണ്ടത്. ഇതൊരു ഐക്യസഭ എന്നതിലുപരിയായി എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന യുണൈറ്റിംഗ് സഭ എന്ന ആശയവും ഈ ഐക്യസഭയുടെ രൂപീകരണത്തിന് പുറകിലുണ്ടായിരുന്നു. 78 വർഷങ്ങൾ പൂർത്തീകരിച്ച് 79-ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ സഭയുടെ ഇന്നത്തെ പ്രസക്തി എന്നാലോചിക്കുന്നത് നന്നായിരിക്കും. ഐക്യത്തിൻ്റെയും സമഭാവനയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായിട്ടാണ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഇന്ന് നിലകൊള്ളുന്നത്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കി ചില ചിന്തകൾ ഈ സമയത്ത് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നതിനായി മോശയെ ദൈവം വിളിക്കുന്നു. അതിനെ തുടർന്ന് മോശയ്ക്ക് സഹായിയായി മോശയുടെ സഹോദരനായ അഹരോനെ ദൈവം ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ദൗത്യമെന്നത് ദൈവത്തിൻ്റെതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. CSI സഭയുടെ ദൗത്യം എന്നത് ദൈവം ഐക്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുക എന്ന ദൗത്യമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ മോശയും അഹരോനും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അതിന് മുൻകൈ എടുക്കുന്നതും ദൈവമാണ്. മോശയുടെയും അഹരോൻ്റെയും ഇടയ്ക്കുണ്ടായിരുന്ന വേർതിരിവുകൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അവർ ഒരുമയോടുകൂടി ഒരു വലിയ ദൗത്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. മിസ്രൈമിൽ അടിമകളായി കഴിഞ്ഞിരുന്ന ദൈവജനത്തെ വിമോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുക എന്ന വലിയ ദൗത്യമാണ് ഇരുവർക്കും ദൈവം നൽകുന്നത്. ആ ദൈവിക ദൗത്യത്തിൽ പങ്കാളിയാകുന്നതിന് വേണ്ടിയാണ് മോശയും അഹരോനും ആ നാൾ മുതൽ പ്രവർത്തിക്കുന്നത്.
ഈ ദൈവദൗത്യത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവർ തമ്മിൽ വേർതിരിവുകളില്ല. അവർ ഒരുമയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ CSI സഭ ഇന്ന് ദൈവത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മിഷണറി സഭയാണ് CSI സഭ. നൂറ്റാണ്ടുകളായി ഭാരതമണ്ണിൽ വന്ന് പ്രവർത്തിച്ച വിദേശീയരും തദ്ദേശീയരുമായ മിഷണറിമാർ തങ്ങളുടെ പ്രയത്നത്താലാണ് ഈ സഭ ഇവിടെ കെട്ടിപ്പടുത്തത്. ഇന്ന് ഈ സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മിഷണറിമാരാണ്. ഒരുമയുടെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ പ്രതീകമായിട്ട് സഭയും സഭയിലെ ഓരോ അംഗവും നിലകൊള്ളേണ്ടിയിരിക്കുന്നു. നമ്മിലൂടെയാണ് ഈ ദൈവികമായ ഗുണങ്ങൾ മറ്റുള്ളവർ അറിയേണ്ടത്. മോശയിലൂടെ, അഹരോനിലൂടെ ദൈവം പ്രവർത്തിച്ചതുപോലെ ഇന്ന് നമ്മിലൂടെയാണ് ദൈവം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ യാത്രയുടെ തുടക്കമാണ് 4-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. മിസ്രയീമിൽ നിന്ന് ദൈവജനത്തിൻ്റെ പുറപ്പാട്, വാഗ്ദത്ത നാട്ടിലേക്കുള്ള ആ വലിയ യാത്രയുടെ തുടക്കം. അതിന് ജനതകൾക്ക് നേതൃത്വം നൽകുന്നതിനാണ് ദൈവം മോശയെയും അഹരോനെയും ഏൽപ്പിക്കുന്നത്. ആ പ്രത്യേക ദൗത്യത്തിൽ പങ്കാളികളായ മോശയും അഹരോനും നമ്മുടെ മുന്നിൽ മാതൃകയായിട്ടുണ്ട്. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് മോശയുടെയും അഹരോൻ്റെയും ജീവിതത്തിൻ്റെ മാതൃക പിന്തുടരാം. ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി, ദൈവരാജ്യത്തിൻ്റെ അംബാസിഡർമാരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായിട്ട് നമ്മുടെ സഭയിലെ ഓരോ അംഗങ്ങൾ നമുക്ക് തീരാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. CSI സഭ സ്ഥാപന ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു.